Assalamu alaikum. Good morning to all. How are you? So today we are going to discussing about grammar, page number 29. All of you take your textbook. Take page number 29. Okay. Here indefinite articles and definite articles. ഈ രണ്ട് മെയിൻ കാര്യമാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് ആൻഡ് ഡെഫിനിറ്റ് ആർട്ടിക്കിൾസ്. ഓക്കെ, ആൻഡ് ഹിയർ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ എ ഓർ ആൻ. സോ ആൻ വി ക്യാൻ യൂസ് ബിഫോർ ദി വവൽ സൗണ്ട്. യു നോ ദാറ്റ്. Everyone, you know that we have to use an before the vowel sounds and a use before the consonants. Okay, and indefinite articles is mainly a and an. Got it? Indefinite articles a and an. Okay, and അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, what is definite articles? Definite article is the, the, the എന്നൊക്കെ നമ്മൾ പറയും. ഓക്കെ, അതാണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ എ, ആൻ ആൻഡ് ദ ആർ ആർട്ടിക്കിൾസ്. എയും ആനും ദിയും എന്നൊക്കെ പറയുന്നത് ആർട്ടിക്കിൾസ് ആണ്. ഇതിനെയാണ് രണ്ടായി തരംതിരിച്ചിരിക്കുന്നത്. എ ആൻഡ് ആൻ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് എന്നും ദി എന്നത് ഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് എന്നും. ഓക്കെ, ഗോട്ട് ഇറ്റ്? മനസ്സിലായില്ല എല്ലാവർക്കും? ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ എ ആൻഡ് ആൻ, ഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് എന്നാൽ ദി, ദി, ദ. ഓക്കെ, ദേ ആർ യൂസ്ഡ് ബിഫോർ നൗൺസ്. നമ്മളിത് യൂസ് ചെയ്യുന്നത് നൗൺസിൻ്റെ മുമ്പിലാണ്. നമ്മളിത് യൂസ് ചെയ്യുന്നത് ബിഫോർ നൗൺസ്. ഓക്കെ, അ പാർക്ക്, ആൻ അംബ്രല്ല, ദ ഹെഡ് മാസ്റ്റർ. ലുക്ക് അറ്റ് ദി ഡിഫറൻസ്. അ പാർക്ക്, ദാറ്റ് ഈസ് കൺസോണൻറ്റ്. സോ അ പാർക്ക്. ആൻ അംബ്രല്ല, ദ ഹെഡ് മാസ്റ്റർ. ഓക്കെ, സോ ഹിയർ indefinite articles a and an, we use a before a consonant sound. I told you we can use a before the consonant sound. A cupboard, a bottle of milk, a duck's egg, a book, etc. We use an before a vowel sound. A, E, I, O, U, that is vowel sounds. We can use before that an. An Englishman, an important lesson, an unusual incident. A and an are called indefinite articles because when we use a or an, it is not important which particular person or thing we are talking about. Okay, indefinite articles എന്ന് പറഞ്ഞാൽ എ ആൻഡ് ആൻ ആണ്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇമ്പോർട്ടൻറ്റ് വിച്ച് പെർട്ടിക്കുലർ പേഴ്സൺ ഓർ തിങ് വി ആർ ടോക്കിംഗ്. നമ്മൾ സംസാരിക്കുന്നതിനിടയിൽ ഒരാളുടെ പേര് പറയുകയോ അല്ലെങ്കിൽ ഒരു സാധനത്തിൻ്റെ പേര് പറയുകയൊന്നും ചിലപ്പോഴൊന്നും നമ്മൾ ആൻ യൂസ് ചെയ്യാറില്ല. ഓക്കെ, ചില സെൻറ്റൻസിലൊന്നും നമ്മൾ ആൻ, വവൽ സൗണ്ട്സിന് മുമ്പിൽ ആൻ യൂസ് ചെയ്യാറില്ല. അത് അത്ര നിർബന്ധമില്ലാത്ത കാര്യമാണ്. ദാറ്റ് ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അ പാർക്ക് ക്യാൻ ബി എനി പാർക്ക്. പാർക്ക് ഏത് പാർക്ക് വേണമെങ്കിലാവാം. വി ആർ നോട്ട് സ്പെസിഫൈയിങ് വിച്ച് പാർക്ക്. നമ്മൾ ആ പാർക്കിനെ സ്പെസിഫൈ ചെയ്യുന്നില്ല. വി ആർ ഗോയിങ് ടു പാർക്ക്. പാർക്ക് എന്ന് പറയുമ്പോൾ ഏത് വേണമെങ്കിലും, ഇപ്പോൾ ധന ഫാം ആവാം, അല്ലെങ്കിൽ സുഭാഷ് പാർക്ക് ആവാം, ഏത് പാർക്ക് വേണമെങ്കിലാവാം. ഇറ്റ് ഈസ് നോട്ട് വി ആർ സ്പെസിഫൈയിങ് വിച്ച് പാർക്ക്. ഓക്കെ, ആൻ ഇംഗ്ലീഷ്മാൻ ക്യാൻ ബി എനി ഇംഗ്ലീഷ്മാൻ. വി ആർ നോട്ട് സ്പെസിഫൈയിങ് വിച്ച് ഇംഗ്ലീഷ്മാൻ. നമ്മൾ ഇംഗ്ലീഷ്മാനെ പറയുമ്പോൾ ആൻ ഇംഗ്ലീഷ്മാൻ എന്ന് പറയും. പക്ഷെ അത് ഏത് കൺട്രിയിലത്തെ ഇംഗ്ലീഷ്മാനാണെന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്യാറില്ല. അതൊരു ഇംഗ്ലീഷ്മാനാണ്. ഓക്കെ, അപ്പോൾ സോ
here we can. So look at the picture, an Englishman. We are not specifying which Englishman. Okay. So we don't use a or an with plural or uncountable nouns. This is very important. We don't use a or an with plural. പ്ലൂറൽസിൻ്റെ പ്ലൂരൽ എന്ന് പറയുന്നത് എന്താണ്? സിംഗുലർ ആൻഡ് പ്ലൂരൽ അറിയാലോ. സിംഗുലർ എന്ന് പറയുന്നത് ഏക ഒന്നായതും പ്ലൂരൽ ഒന്നിലധികം. അപ്പോൾ പ്ലൂരലിനെയും അൺകൗണ്ടബിൾ, ദാറ്റ് ഈസ് തിട്ടപ്പെടുത്താൻ പറ്റാത്ത, നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റില്ല. ടീച്ചറുടെ കയ്യിൽ ഒരു കപ്പ് വെള്ളമുണ്ട്. യു ക്യാൻ കൗണ്ട് ഇറ്റ്. നിങ്ങൾക്കത് ആ വെള്ളം എത്ര കൗണ്ട് ഉണ്ടെന്ന് എണ്ണാൻ പറ്റുമോ? 3 കൗണ്ട് 3 കൗണ്ട് അങ്ങനെ എണ്ണാൻ പറ്റുമോ? നോവോ. ദാറ്റ് ഈസ് ലിറ്റർ കണക്കുണ്ടെങ്കിലും വി കനോട്ട് കൗണ്ട് ദി വാട്ടർ. ഓക്കെ. അപ്പോൾ അൺകൗണ്ടബിൾ ആയിട്ടുള്ളതിന് പ്ലൂരൽസിൻ്റെയും കൂടെ വി ഡോണ്ട് യൂസ് എ ഓർ ആൻ. ഫോർ എക്സാമ്പിൾ ബസ്സസ്. A buses and Indian players. Here an and a is crossed. Buses and players are plurals. Buses എത്ര ബസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ബസ്സസ് അത് എത്ര വേണമെങ്കിലാവാം. പ്ലെയേഴ്സ് കളിക്കാർ അതും എത്രയാണെന്ന് പറഞ്ഞിട്ടില്ല. ദാറ്റ് ആർ ദീസ് ആർ പ്ലൂരൽസ്, റൈറ്റ്? ബസ്സസ് ആൻഡ് പ്ലെയേഴ്സ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ജാം, ടെന്നീസ്. നമ്മൾ കൺസോണൻസിൻ്റെ മുമ്പിലൊക്കെ എ യൂസ് ചെയ്യുന്നു പറയും. പക്ഷേ ജാമും ടെന്നീസും, ജാം ആൻഡ് ടെന്നീസ് ആർ അൺകൗണ്ടബിൾ നൗൺസ്. ജാം, ഐ ഹാവ് 1 ജാം, അതായത് 1 ബോട്ടിൽ ഓഫ് ജാം. യു ക്യാൻ കൗണ്ട് ഇറ്റ്. എത്ര, അതായത് നമ്മൾ ബോട്ടിലിൻ്റെ കണക്കെണ്ണും, ഓക്കെ. പക്ഷേ എത്രത്തോളം ജാം, എത്ര എണ്ണം ഉണ്ടെന്ന് നമുക്ക് എണ്ണാൻ പറ്റുമോ? നോ. So, plurals or uncountable nouns, we don't use a or an. So, indefinite articles is a and an. And we don't use a or an with the plural or uncountable nouns. Okay. And the next page, page number 30. Give me some water. Water, I told you, water, uncountable noun. We cannot count how many, how much or how many water it is. Okay. And next one, we played cricket yesterday. We played cricket. എത്ര ക്രിക്കറ്റ് കളിച്ചു എന്നുള്ളത് ദാറ്റ് ഈസ് അൺകൗണ്ടബിൾ. ക്രിക്കറ്റ് കളിച്ചു, എത്ര കളിച്ചു എന്ന് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. ചിൽഡ്രൻ ലൈക്ക് വാച്ചിങ് ടെലിവിഷൻ. ചിൽഡ്രൻ, child, children. Child is singular and children is plural. Children, so that is plural. Okay, got it? Once more, indefinite articles a and an. We can use an before the vowel sounds and we can use a before the consonants. And sometimes we don't use a or an. That is plural or uncountable nouns. ഓക്കെ. അപ്പോൾ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ എ ഓർ ആൻ ആണ്. അൺകൗണ്ടബിൾ നൗൺസിൻ്റെ കൂടെയും അതുപോലെ തന്നെ പ്ലൂരൽസിൻ്റെ കൂടെയും നമ്മൾ എ ഓർ ആൻ യൂസ് ചെയ്യാറില്ല. ഗിവ് മീ സം വാട്ടർ. വി പ്ലേഡ് ക്രിക്കറ്റ് യെസ്റ്റർഡേ. ഗിവ് മീ സം 1 cup of tea. ഓക്കെ, ഓർ ടീ. ഗോട്ട് ഇറ്റ്? മനസ്സിലായോ എന്താണ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് എന്നുള്ളത്? ഓക്കെ. അപ്പോൾ ടീച്ചർ ഇതിൻ്റെ തൊട്ടു ബാക്കിൽ കൂടെ കുറച്ച് വർക്കും തരും, അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കിലും വർക്ക് ഉണ്ട്. ഓക്കെ. ഇഫ് എനിബഡി ഹാവ് ഡൗട്ട്സ് യു ക്യാൻ ആസ്ക് മീ. അസ്സലാമു അലൈക്കും.